പറഞ്ഞേക്കും. ഹോംവർക്കൊക്കെ എഴുതും കേട്ടോ. ഹോംവർക്കൊക്കെ ഉണ്ടായാലുണ്ട് അതെല്ലാം എഴുതും, നല്ല കുട്ടിയായിട്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. അതാ എന്തിനാ കരയണത്? സ്കൂൾക്ക് പോണില്ലല്ലോ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണ് വിശ്വസിക്കുന്നു. സുര ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞത് തിങ്കളാഴ്ച. ഞാൻ ഇന്ന് വീഡിയോസ് കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് ഡൗൺലോഡ് ആക്കാൻ ഒരു 8 മിനിറ്റും കൂടെ തികഞ്ഞിട്ടില്ല. എന്നും നമ്മൾ പറഞ്ഞാൽ നാടൻ കറികൾ, അതായത് വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു കറി, അങ്ങനത്തെ പ്രത്യേകമായിട്ടൊരു ഒന്നും ഇല്ല ഇല്ലാതെ പിന്നെ ഡൗൺലോഡ് ആക്കാത്ത. പിന്നെ ഞാനിങ്ങനെ വിചാരിക്കും, എന്താ കുറേ ഇങ്ങനെ വീഡിയോസ് ഇട്ട് പിന്നെ അങ്ങനെ വിചാരിക്കുമൊക്കെ നിർത്തിയാലോ എന്ന്. വേറെ ഒന്നുമല്ല കേട്ടോ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെറൈറ്റി കണ്ടൻറ്റ് വേണ്ട. പിന്നെ ഇപ്പോൾ 2-3 ദിവസം ലീവ് ആക്കിയാൽ വീഡിയോ ഇടലൊക്കെ 2-3 ദിവസം 2-3 ദിവസം വീഡിയോ ഇടലൊക്കെ നിർത്തിയാണ്ട് പിന്നെ 4-മത്തെ ദിവസം വീഡിയോ ഇട്ടാൽ പിന്നെ വ്യൂസ് തന്നെ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്, ഗതികേടാണ്. കാരണം ഒരുപാട് കൂട്ടുകാരെന്നോട് ചോദിക്കുന്നുണ്ട്, എന്താ വീഡിയോ ഇടലില്ല, വീഡിയോസൊന്നും കാണലില്ലല്ലോ എന്ന് കുറേ കൂട്ടുകാർ ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ ഓലേക്കൊന്നും എത്തലുണ്ടാവില്ല. കാരണം ഇപ്പോൾ വല്ല വ്യൂസും കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ കുറഞ്ഞ് നമ്മളൊരു പാവപ്പെട്ടായിപ്പോയി. ഞാനങ്ങനെ കാട്ടണ കണ്ടപ്പോൾ സൂര്യമോള് ഭയങ്കര സങ്കടത്തിൽ നോക്കി നിൽക്കുകയാണ് എന്നെ. എന്താണ് അമ്മ എന്ന് പറഞ്ഞത്. സൂര്യ ഇവിടെ വാ, ഇവിടെ വന്നോക്ക് സൂര്യ. എന്താണ് പരിപാടി? പശനോട് കളിക്കുക, വെറുതെ അല്ല സങ്കടപ്പെട്ട് നോക്കണത്. സൂര്യമോള് വയറുവേദനയാണ് കാരണം മുക്കെന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, എനിക്ക് വയറുവേദനിച്ചിട്ട് വയ്യാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഓളെ മുടി ഞാൻ നേരത്തെ കെട്ടിയെന്നു, അത് പേന് നോക്കാൻ വേണ്ടിയിട്ട് കെട്ടയച്ചതേന്നു. ഇനി മേലെ എഴുകിയിട്ടില്ലല്ലോ കുഞ്ഞെ. എനിക്ക് വയറ് വേദനിക്കുന്നുണ്ടോ? സത്യം പറ, എനിക്ക് വയറ് വേദനിക്കുന്നുണ്ടോ സൂര്യ? ഏടാ വയറ് വേദനിക്കണേ? എന്നിട്ട് ഡോക്ടറെ അടുത്തേക്ക് പോകണോ? എന്നിട്ട് നാളെ സ്കൂൾക്ക് പോവോ? അതെന്താ സ്കൂൾക്ക് പോവാത്തെ? അതിന് ചിന്നുവിന് പനിയല്ലേ, പനി തൊട്ടാലറിയാം. വയറ് വേദനിക്കുണ്ടോ ഇല്ല എന്നൊക്കെ എങ്ങനെ അറിയാം? അപ്പൊ ഡോക്ടറെ അടുത്തേക്ക് പോയാൽ സൂചി അടിക്കണമെങ്കിൽ എന്താ കാട്ടുക? സൂചി അടിക്കണോ? അപ്പൊ സ്കൂൾക്ക് പോവില്ല? ടീച്ചറമ്മ നല്ല ടീച്ചറമ്മ അല്ലേ, അപ്പൊ എന്തിനാ സ്കൂൾക്ക് പോകുമ്പോ അടിക്കണേ? എന്നാ വേണ്ട, ആ വിഷയം വിടും നമുക്ക്. സ്കൂൾക്ക് പോണ നേരം അങ്ങനെ കേട്ടോ. രാവിലെ എണീക്കുമ്പോഴൊന്നും ഒക്കെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. പിന്നെ ഇങ്ങോട്ട് കുളിക്കാൻ നിൽക്കും. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടാ ചായ കൊടുക്കല്. കുളിക്കാൻ നിൽക്കുമ്പോൾ പോണില്ല അമ്മാറിനൊരു കരച്ചില. എന്നാലും വാശി പിടിക്കൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ കണ്ണിന്നിങ്ങനെ വെള്ളം വരും, എന്നെ പറഞ്ഞേക്കല്ലേ അമ്മ പറഞ്ഞത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഒക്കെ പ്രശ്നമല്ല. യൂണിഫോം ഇട്ട് കുളിക്കുന്ന സമയത്ത് ഒരു മടിയാണ്, പിന്നെ പറഞ്ഞേക്കല്ലേ അമ്മ ഞാൻ പോണില്ല അറിയും. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കാല് കാട്ടി കൊടുക്കല്ലേ, കാല് ശരിക്കും വെക്കുക. കുളിയൊക്കെ കഴിഞ്ഞ് യൂണിഫോമൊക്കെ ഇട്ട് കുളി കഴിഞ്ഞ് ചായ കുടിക്കുമ്പോൾ പ്രശ്നമല്ല, കുളി കഴിഞ്ഞ് ചായ കുടിക്കുമ്പോൾ പ്രശ്നമല്ല. പിന്നെ ചായയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഇരിക്കുമല്ലോ, അപ്പം ആ ഒരു സമയത്തൊക്കെ ഞാൻ പോണില്ല അമ്മ ഞാൻ പോണില്ല എന്ന് കാര്യം. അത് കഴിഞ്ഞാട് പിന്നെ യൂണിഫോം ഇട്ടാവോളം പ്രശ്നം തീർന്നു. പിന്നെ ഓക്ക് മേക്കപ്പ് ഇടണം. മേക്കപ്പ് പറഞ്ഞാൽ ഹൈബ്രോ പെൻസിൽ കൊണ്ടൊന്ന് എഴുതി ഒരു പൊട്ടിട്ട് മുടി ഒന്ന് കിട്ടിയാൽ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ സ്കൂൾക്ക് പോയി വരുവോളം ഒരു കുഴപ്പമില്ല. വന്ന ഇതാണ് അവസ്ഥ. ഇപ്പം ഞാൻ പോണില്ല അമ്മ. ഓൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷെ ഇപ്പം ഇങ്ങനെ ചെറിയ മടിയായിട്ടുണ്ട്. അത് നാത്തൂൻ്റെ മോള് ചിന്നു, ഓൾക്ക് 2 ദിവസം പനി ഉണ്ടായിരുന്നു. 2 ദിവസം പറഞ്ഞാൽ 2 ദിവസം ലീവ് ഉണ്ടായിരുന്നു, പനിയൊക്കെ ആയിട്ട് ലീവ് എടുത്തു. അച്ഛൻ വന്നു ഞാൻ അതിൻ്റെ ഇടയിൽ ചിന്നു ഫ്രണ്ടല്ലേ, അപ്പോൾ ഓളില്ല പറഞ്ഞ് മടിക്കുക. അപ്പം ഞാൻ പറഞ്ഞേക്കൂട്ടോ, ഞാൻ മടിച്ചാൽ ഞാൻ ഓരോന്ന് പറഞ്ഞ് ഓരോ സോപ്പ് ഇട്ടാണ്ട് ഞാൻ പറഞ്ഞേക്കും. ഹോംവർക്കൊക്കെ എഴുതും കേട്ടോ, ഹോംവർക്കൊക്കെ ഉണ്ടായാലുണ്ട് അതെല്ലാം എഴുതും, നല്ല കുട്ടിയായിട്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. അതാ എന്തിനാ കരയണത്? സ്കൂൾക്ക് പോണില്ലല്ലോ അമ്മ, കുട്ടി സ്കൂൾക്ക് പോണില്ലല്ലോ. സ്കൂൾക്ക് പോയാൽ എന്താ ടീച്ചർ എഴുതി കഴിഞ്ഞാൽ എന്താ ഗിഫ്റ്റൊക്കെ തരും. പരീക്ഷയൊക്കെ ഉണ്ടെങ്കിൽ, കുഞ്ഞു പരീക്ഷയൊക്കെ ഉണ്ടെങ്കിൽ ഗിഫ്റ്റൊക്കെ തരും. ഇനി അതിനെക്കുറിച്ച് പറയണ്ട. ഷാഡല്ല കേട്ടോ, ഷാഡല്ല.
അത് ഓള് നാളത്തെ ആലോചിച്ചിട്ട് ഇപ്പൊ തന്നെ കരയാം. ഓക്ക് വയറ് വേദനിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അതൊന്നും ഷാടല്ല കേട്ടോ, അതൊക്കെ ഇപ്പൊ മാറും. കരയാൻ പാടില്ല. ഇല്ല പോണില്ല, പറഞ്ഞേക്കില്ല. കരയില്ല പോണില്ല, പറഞ്ഞേക്കില്ല. ഞാൻ എന്തേലൊക്കെ പറയൂ കേട്ടോ, സോപ്പിടും. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയണ്ട, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. പിന്നെ ഇപ്പം കുറേ തുണികളുണ്ട് മടക്കി വെക്കാൻ. ഇന്നത്തെ പറഞ്ഞാൽ ചിക്കൻ വാങ്ങണം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഓക്ക് വയറിങ്ങനെ വേദനിച്ചപ്പോൾ ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. പിന്നെ രാത്രിയത്തെ വിഭവങ്ങൾ പറഞ്ഞാൽ ചോറുണ്ട്, കറിയുണ്ട്. ഇനി മേലെ എഴുകി കുട്ടികളെ പഠിപ്പിക്കാൻ നിൽക്കട്ടെ. വിഷ്ണുവിന് നാളെ മാത്സിൻ്റെ പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, എക്സാം ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് സ്കൂളുള്ള ദിവസമല്ലേ, 2 ദിവസം. വെള്ളിയാഴ്ച റെഡ് അലർട്ട്, വെള്ളി ശനിയാഴ്ച സ്കൂളില്ല, നല്ല വെയിൽ. ഞായറാഴ്ച സ്കൂളില്ല, നല്ല വെയിൽ. പിന്നെ തിങ്കളാഴ്ച ഇന്നത്തെ ദിവസം നല്ല മഴയൊന്നുമില്ല. സൂര്യൻ സ്കൂൾക്ക് പോയ സമയത്തൊക്കെ മഴ ഇല്ലേന്നോ? സ്കൂൾക്ക് പോയ സമയത്ത് മഴ ഉണ്ടായിരുന്നു. താട്ട സ്കൂൾക്ക് പോയപ്പോൾ മഴ ഇല്ലേന്നോ? താട്ടന് എപ്പോഴാണ് പോവുക സ്കൂൾക്ക്? താട്ട 8:45. ഈ എപ്പോഴാണ് പോവുക? 10 മണിക്ക് അല്ലേ? അപ്പോൾ ഒക്കെ മഴ ഉണ്ടായിരുന്നു. ഇപ്പം മഴ ഇല്ലല്ലോ. പിന്നെ ഉച്ചക്കൊന്നും മഴയില്ല, വെയിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്കൂൾ വിടാൻ നേരത്ത് മഴ അല്ലേ? അങ്ങനെ മഴ. സ്കൂൾ വിടാൻ നേരത്ത് മഴ, ഉച്ചക്ക് മഴയല്ല. അങ്ങനത്തെ ഒരു വിശേഷം. വൈകുന്നേരമായി, പണികളൊക്കെ ഒരുങ്ങി. കുട്ടികളെ പഠിപ്പിക്കാൻ നിൽക്കട്ടെ. വൈകുന്നേരമായില്ലേ സൂര്യൻ? എന്താ അച്ഛനെ കാണാത്ത സൂര്യൻ? എന്താ അച്ഛൻ വരാത്ത? വിഷ്ണു വാ വാ, മേലെ എഴുതാൻ വാ. വിഷ്ണു വിഷ്ണു വാ. ഇവിടെ വാ, ഒരു കാര്യം. അച്ഛനതാ വരുന്നേ. അതിന്റെ ലൈറ്റ് അടിക്കല്, കണ്ണ് പൊളിക്കുന്നുണ്ട്. ലൈറ്റ് അടിക്കല്ലേ, കണ്ണ് പൊളിക്കുക. കണ്ണ് എന്തൊക്കെയോ ആയിരുന്നു. ഇപ്പൊ 7 നിറങ്ങൾ കാണുന്നുണ്ട്, മഴവില്ല് കാണുന്നുണ്ട് അല്ലേ? വിഷ്ണു ചൂടൊന്നുമില്ല ആക്കണ്. അപ്പാപ്പ് വെക്കണ്, പോയി വാങ്ങിക്കോ. ഇങ്ങനെ ചോക്ലേറ്റ് ഒന്നും വല്ല കൊണ്ടിട്ടുണ്ടോ? മേലെ എഴുകിക്ക, നേരെ നോക്കാം. ആ കവർ വാങ്ങിക്കാം. ഉപ്പുമാവ, ബിൻസി റവൻ, പപ്പടം, ചെറുപ്പയറും പരിപ്പുണ്ടല്ലേ, ഉള്ളി, തക്കാളി ഒക്കെ വലിച്ചിടല്ലേ. ഞാൻ അടുക്കളയിൽ കൊണ്ടുപോകും. നാളെ സാമ്പാർ ഉണ്ടാക്കാൻ. സാമ്പാറിന് പരിപ്പ് തന്നെ വേണമെന്നില്ല, എന്നാലും അതൊരു രസമാണ് സാമ്പാർക്ക് പരിപ്പിട്ടാല്. രാവിലെ ഉണ്ടാക്കി എനക്ക് തിന്നു പോവാനാ? രാവിലെ ഉണ്ടാക്കിയാ തിന്നു പോവാനാ? രാവിലെ ഉണ്ടാക്കണോ? ഓളിടക്കിടക്ക് തൊട്ട് വെക്കുന്നുണ്ട്. ഓളിതാ ഹാപ്പി ആയല്ലോ. ഒരു ഹായ് കൊടുത്താ, ഒരു അബ്ബ് കൊടുത്താ. ഇനി മുടിയൊക്കെ കെട്ടുക, മേല് കഴുകുക കേട്ടോ.